ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടപ്പള്ളി പള്ളിയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ വന്നപ്പോൾ ഇവിടെ എടപ്പള്ളി പള്ളിയിൽ പെരുന്നാൾ നടക്കുവാന്ന് അറിഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിറങ്ങിയതാട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും എടപ്പള്ളി പള്ളിയിൽ പെരുന്നാളിന് പോവാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർഷവും നമ്മളെ പതിവ് തെറ്റിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ചർച്ചാണ് എടപ്പള്ളി. അപ്പോൾ ജാതി ഭേദമന്യേ എല്ലാവരും വരുന്ന ഒരു പള്ളിയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് ഇവിടുത്തെ കോഴി നേർച്ച തന്നെയാട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കൂട്ടിലൊക്കെ കുറേ കോഴികളൊക്കെ കാണാം. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു, എന്താ ഇവിടെ ഇത്ര അധികം കോഴികളൊക്കെ ഇട്ടിരിക്കുന്നതെന്ന്. പിന്നീടാണ് മനസ്സിലായത് ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ഈ ഒരു കോഴികളുടെ നേർച്ചയാണ്. അപ്പോൾ ഇവിടെ കോഴികളെ നേർച്ചയായിട്ട് കൊടുക്കുകയും ആ നേർച്ച കൊടുക്കുന്ന കോഴികളെ ഇവിടെ വെച്ച് തന്നെ ലേലം ചെയ്യുകയും ചെയ്യുകയാണ്. എന്നിട്ട് ലേലത്തിലൂടെ ആൾക്കാർ ഈ ഒരു കോഴീനെ വാങ്ങിക്കുകയും ഇവിടെ കറി വെച്ചിട്ട് കഴിച്ചിട്ടൊക്കെയാണ് ആൾക്കാർ പോകുന്നത്. അപ്പോൾ ദൈവത്തിനോടുള്ള നന്ദി സൂചകമായിട്ടാണ് ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും പങ്കുവെച്ച് കഴിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ജനങ്ങളെ ആപത്തുകളിൽ നിന്ന് സംരക്ഷിച്ച ദൈവത്തിനോടുള്ള ഒരു നന്ദി സൂചകമായിട്ടാണ് ഇങ്ങനെ നേർച്ചയായിട്ട് കോഴികളെ കൊടുക്കുന്നതും കോഴിക്കറി വെച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് കഴിക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചെറിയ പള്ളി. അപ്പോൾ ഏറ്റവും എന്താ പറയാ, പണ്ട് തൊട്ട് പുരാതനമായിട്ടുള്ള പള്ളി എന്ന് പറയുന്നത് ചെറിയ പള്ളിയാണ്. ഇവിടുത്തെ പഴയ പള്ളി ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ ഇതിന് സമീപത്ത് തന്നെ ആയിട്ടാണ് പുതിയ പള്ളി പണിതിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ചെറിയ പള്ളിയിൽ കയറി അതിനുശേഷമാണ് നമ്മൾ പുതിയ പള്ളിയിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ കുറെ വാദ്യമേളങ്ങളുടെയൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഏകദേശം 10 ദിവസം നീണ്ടു നിൽക്കുന്ന പെരുന്നാളാണ്. അപ്പോൾ മെയ് 10 കൂടിയിട്ടാണ് ഇവിടുത്തെ ഈ ഒരു പെരുന്നാളിനൊക്കെ സമാപനമൊക്കെ കുറിക്കുന്നത്. അപ്പോൾ പെരുന്നാളിനോടനുബന്ധിച്ച് ഇഷ്ടം പോലെ ആൾക്കാരാണ് പല ഭാഗത്ത് നിന്നും ഈ ഒരു എടപ്പള്ളിയിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പൊ എറണാകുളത്തുള്ള എല്ലാവരും തന്നെ എടപ്പള്ളി, കലൂർ പള്ളിയൊക്കെ ജാതി ഭേദമന്യേ എല്ലാവരും പോകുന്ന പള്ളിയാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഈ ഒരു എടപ്പള്ളി പള്ളിയിലേക്ക് കൂടുതൽ നമുക്ക് പോകാനായിട്ടുള്ള ഒരു പ്രചോദനം, നമ്മൾ സ്കൂൾ ടൈം തൊട്ട് ഈ ഒരു എക്സാം ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ എടപ്പള്ളി പള്ളിയിൽ, കലൂർ പള്ളിയിലൊക്കെ പോവായിരുന്നു. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഈ ഒരു പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് ഇങ്ങനെ എക്സാം ടൈമിലൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു ഫ്രണ്ട്സിൽ നിന്നൊക്കെ കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പള്ളിയിലൊക്കെ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെയാണ് കൂടുതലും ഈ ഒരു എടപ്പള്ളി, കലൂർ പള്ളിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നീട് വലുതായപ്പോഴും നമുക്ക് ഇവിടുത്തെ പെരുന്നാളൊക്കെ വരുമ്പോൾ പോവാനും കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പള്ളി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നൈറ്റിലൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. നമ്മുടെ ഈ ഒരു പുറത്തെ കൺട്രീസിലൊക്കെ ഉള്ള പള്ളിയുടെയൊക്കെ പോലെ തോന്നും കേട്ടോ. അത്രയും മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഈ ഒരു പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. പുതിയ പള്ളി ഇപ്പോൾ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ള പുതിയ പള്ളി പണിതിട്ട്. അപ്പോൾ പുതിയ പള്ളി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ലൈറ്റ്സ് കൂടി വരുമ്പോൾ അതിനൊരു കൂടുതൽ ഒരു ഭംഗി ഫീൽ ചെയ്യും. അപ്പോൾ ഇതാ ഞങ്ങൾ പുതിയ പള്ളിയിലേക്ക് വരുവാണ്. അപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ പുതിയ പള്ളിയിൽ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ പെരുന്നാൾ ടൈം ആയതുകൊണ്ട് എല്ലായിടത്തും ഫുൾ ഡെക്കറേഷൻ ചെയ്തിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ഈ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ സൗണ്ട് കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് തൊണ്ടയൊക്കെ പ്രശ്നമായതുകൊണ്ട് എൻ്റെ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, വോയിസ് ചെയ്യുമ്പോഴും ആ ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ എല്ലാം ഓക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഒരു പുതിയ പള്ളിയുടെ സമീപത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ശ്യാം കല്യാണത്തിന് ശേഷമാണ് കൂടുതൽ ഇതുപോലെ പള്ളികളിലൊക്കെ വരാൻ തുടങ്ങിയത് കേട്ടോ. അപ്പൊ നേരത്തെ ആളങ്ങനെ വരലും ഒക്കെ കുറവായിരുന്നു. അപ്പോൾ കല്യാണത്തിന് ശേഷം നമ്മളെല്ലാവരും കൂടി, ഞാനും അമ്മയും അമ്മും രമ്യയും ശ്യാമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. ഉണ്ണിക്കണ്ണന്മാരില്ല, അപ്പോൾ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു പള്ളിയിലേക്ക് പോകുന്നത് കേട്ടോ. മെയ് 10 ഇവിടുത്തെ 8ാം ഇടം പെരുന്നാൾ നടക്കുന്നത് കേട്ടോ. മെയ് 15 കൂടിയിട്ടാണ് ഈ ഒരു പെരുന്നാളിന് സമാപനം കുറിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ പള്ളിയിലേക്കൊക്കെ എത്തി പ്രാർത്ഥിച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് മെട്രോൻ്റെ ഒക്കെ ഒരു നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ. അത് മാത്രമല്ല ഇവിടെ കുറേ ബോഗൻവില്ലിയസ് ഒക്കെ വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ആണ്. അപ്പം അങ്ങനെ നമ്മൾ ഈ പള്ളിയിൽ കുറച്ച് നേരം നിന്ന്
ഫോട്ടോസൊക്കെ എടുത്തു, പ്രാർത്ഥിച്ചു. അങ്ങനെ വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. അങ്ങനെ നമ്മൾ അതിന് ശേഷം താഴത്തേക്ക് പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കടകളും ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പെരുന്നാളിൻ്റെ ഭാഗമായിട്ട്. അപ്പം നമ്മൾ അതൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇഷ്ടംപോലെ ഫുഡായാലും അതുപോലെ തന്നെ ഡ്രസ്സ് ഐറ്റംസ് ആയാലും ജ്വല്ലറീസ് ആയാലും ടോയ്സ് ഒക്കെ ആണെങ്കിലും ഒരുപാട് ഷോപ്പിങ്ങിന് പറ്റുന്ന രീതിയിൽ ഇവർ ഈ ഒരു പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് താഴത്തേക്ക് പോയതാട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇപ്പോൾ എവിടെ നോക്കിയാലും ഇതുപോലത്തെ സ്മോൾ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരൊക്കെ സ്റ്റാളൊക്കെ ഇട്ടിട്ട് ജ്വല്ലറീസും ഡ്രസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറേ സ്റ്റോൾസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, അല്ലാതെ നമ്മുടെ സ്ഥിരം പള്ളി പെരുന്നാളുകൾക്കും ഉത്സവങ്ങൾക്കുള്ള ടൈപ്പ് ഈ ഒരു പലഹാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പഴയകാല പലഹാരങ്ങളും മിഠായികളും അതുപോലെ തന്നെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ടോയ്സ്, കുറേ കാറുകൾ, പിന്നെ അങ്ങനത്തെ ഇഷ്ടംപോലെ ഐറ്റംസ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ കുഞ്ഞു ഐറ്റംസ് ഒക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് നമുക്ക് 5 രൂപ മുതലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ ഈ ഒരു ഷോപ്പിംഗ് ഏരിയയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയും ചെറുതായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് നോക്കിയെല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ വരാത്തവരുണ്ടെങ്കിൽ മെയ് 15 വരെ ഈ ഒരു സ്റ്റോൾസും കടകളെല്ലാം ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു സൺഡേ ഒക്കെ ആണെങ്കിലും മാക്സിമം വരാനായിട്ട് നോക്കുക. അപ്പോൾ ഇവിടെ അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫുഡും അങ്ങനത്തെ ഉള്ള ഐറ്റംസ് എല്ലാം നമുക്ക് വാങ്ങാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഷ്യാം ഒരു പഴയ കാലത്ത് ഒരു മിഠായി വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു മിഠായിയൊക്കെ ഇതുപോലത്തെ പള്ളി പെരുന്നാളുകളിലും ഉത്സവങ്ങളിലൊക്കെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ, ഇതുപോലെ കളറൊക്കെ വരുന്ന മിഠായി. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു ഡേ ഭയങ്കര എന്താ പറയുക, ബ്ലെസ്ഫുള്ളായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് എല്ലാ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ മെട്രോക്കൊക്കെ വരുന്നവർക്കാണെങ്കിൽ രാത്രി 10 മണി 11 മണിയൊക്കെ വരെ മെട്രോ ഒക്കെ ഉണ്ട്. അതുമാത്രമല്ല ബസ്സുകളും എല്ലാം നമുക്ക് ഈ ഒരു ടൈമിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നവർക്കും വരാവുന്നതാണ്. അപ്പോൾ മെയ് 15 കൂടിയിട്ടാണ് പെരുന്നാൾ സമാപിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ എടപ്പള്ളി പള്ളിയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ കൂടുതൽ പുതിയ വിശേഷങ്ങളായിട്ടൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.